ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മുട്ട പണി കിട്ട്. ഇന്ന് ഏറനാട് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നില്ല, കൊല്ലത്ത് നിന്നാണ്. സമയം ഇപ്പോൾ 3:30 4:30 കൊല്ലത്തുനിന്ന്. കൊല്ലത്ത് എത്തുമെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും നോക്കാം. എൻ്റെ പൊന്നു മക്കളെ, ഏതോ ഒരു കാട് വഴി കൂടെ ചുറ്റി എൻ്റെ ഊപ്പാടും പതുക്കെ വന്നു. എനിക്ക് ಕಲ್ಲಡ್ಕ ಮಂಗಳೂರು ಮತ್ತು ಸುಬ್ರಹ್ಮಣ್ಯ ಸೆಂಟ್ರಲ್ಲಿ ಹೋಟ್ಲು ಓನರು. ಕಾಫಿ ಮಾತ್ರ ಮಸ್ತಾಗಿದೆ, ದಯವಿಟ್ಟು ಯಾರು ಬರೋಂಗಿದ್ರೆ ಬನ್ನಿ. ಅವರು ಮಲಯಾಳಿ ಅವರು, ಅವ್ರು ಕನ್ನಡದಲ್ಲಿ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡೋಕ್ಕೆ ಬರಲ್ಲ ಅಂತ ನಾನು ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಿದ್ದೀನಿ, ಮಿಕ್ಕಿದವ್ರು ಮಾತಾಡ್ತಾರೆ. ಚಿಕನ್ ತಂದೂರಿ നമുക്കിവിടെ നിന്ന് 1-2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഓൾറെഡി എനിക്ക് ബില്ലും കിട്ടി. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞതാ, കാണാൻ പറ്റും, ഇവിടെ വലിയൊരു മുരുക ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ ഈ ഏരിയ ഫുള്ള് ക്ഷേത്രം. ഹലോ, അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത ഷൂട്ടിനായിട്ട് ഞാൻ ഇറങ്ങുവാണ്. ഇത്തവണ ഷൂട്ട് വന്നിട്ട് കോഴിക്കോടാണ്. കോഴിക്കോട് പുതിയൊരു കന്നഡ മൂവിയാണ്, രംഗസ്ഥല പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത മൂവിയായ സിനിമയുടെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, അത് അവിടെ ചെന്നിട്ട് അറിയാവൂ. അപ്പോൾ സമയം ഇപ്പം വെളുപ്പിന് 4 മണി ആയില്ല, 3:30 ആയി. 4 മണിക്കാണ് എനിക്ക് ട്രെയിൻ വന്നിട്ട്. ഞാൻ വർക്കലയിൽ നിന്നാണ് പോകുന്നത്. ഇനി എൻ്റെ കൂടെയുള്ള ഡിബിൻ ചേട്ടൻ ആലുവയിൽ നിന്നായിരിക്കും കയറുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ സമയം കൃത്യം 3:37 ആയി, കുറച്ച് സമയമുണ്ട്. ഓക്കെ, വണ്ടി ഞാനിവിടെ വർക്കല റെയിൽവേ സ്റ്റേഷൻ പാർക്ക് ചെയ്യാൻ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മുട്ട പണി കിട്ട്. ഇന്ന് ഏറനാട് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നില്ല, കൊല്ലത്ത് നിന്നാണ്. സമയം ഇപ്പോൾ 3:30 4:30 കൊല്ലത്ത് നിന്ന്. കൊല്ലത്ത് എത്തുമെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ട്രെയിനിപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ കാസർഗോഡ് ഇറങ്ങും. കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മംഗലാപുരം ജംഗ്ഷനാണ് ഇറങ്ങേണ്ടത്. വണ്ടി അവിടെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് കാസർഗോഡ് ജംഗ്ഷൻ ഇറങ്ങിയിട്ട് ഇതിൻ്റെ പുറകിൽ നമ്മളെ ഡിബിൻ ചേട്ടൻ വേറൊരു ട്രെയിനിൽ വരുന്നുണ്ട്, എനിക്ക് അതിൽ കയറണം. From Thiruvananthapuram Central to Mangalore Central, Airnaad Express has arrived on platform number 2. ഇതാണ് കാസർഗോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് നല്ലതുപോലെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ടൈമില്ല. നമ്മുടെ ട്രെയിൻ അതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ പെട്ടെന്ന് ഇനി ഇപ്പുറത്തോട്ട് വരുവാണ് ചെയ്തത്. ആ ട്രെയിൻ ഇതാ എത്തിയിരിക്കുകയാണ്. ഇതിലിഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇനി അധിക ദൂരം ഇല്ല, ഇപ്പോൾ തന്നെ സമയം 4-4:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പാലം കഴിഞ്ഞാൽ സ്ഥലമായി, കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ വീഡിയോസ് ഒരുപാട് സ്കിപ്പ് ചെയ്താണ് പോയത് കേട്ടോ. ഓക്കെ, ഈ തടിമിലൊക്കെ എൻ്റെ പഴയ 2-3 വീഡിയോസിലൊക്കെ ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. ഇതാണ് ഞാൻ നോക്കി വെക്കുന്ന ഒരു മാർക്ക്. ഇത് കഴിഞ്ഞാണ് നമ്മുടെ സെൻട്രലും ജംഗ്ഷനും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ മംഗളൂരു ജംഗ്ഷൻ എത്തി കേട്ടോ. സംഭവം ഞാൻ കാസർഗോഡ് നിന്ന് ഈ ട്രെയിനിലാണ് വന്നത്. വേറെ ട്രെയിൻ കയറേണ്ടി വന്നു. നമ്മളെ ഡിബിൻ ചേട്ടൻ ഇതിലാണുള്ളത്. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 6 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ എത്തി. ഇനി ഡിബിൻ ചേട്ടനെ കണ്ടുപിടിക്കട്ടെ. വണ്ടി വന്ന് ഇവിടെ കിടപ്പുണ്ട്. അതെയോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. മംഗളൂരു ജംഗ്ഷനകത്തിട്ടാണ് വരുന്നത്, സെൻട്രൽ പോയിട്ടുണ്ട്. ഇത് ഒടുവി പോവാ. ലൊക്കേഷൻ ഉടുപ്പിയിലാണോ? അറിയാൻ വയ്യ, വല്ല വണ്ടിയായിരിക്കും.
നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി നോക്കട്ടെ സുഹൃത്തുക്കളെ. വണ്ടി എവിടെയോ ഉണ്ട്. നമുക്കതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കി കണ്ടുപിടിച്ച് പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ വണ്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, വണ്ടിയിലേക്ക് കയറാൻ പറ്റും. അതെ. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ വണ്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നേരെ ലൊക്കേഷനിലോട്ടല്ല, റൂമിലോട്ട്. ബിരിയാണി അടിക്കുന്നു. ಓಕೆ ಹೈ, നമ്മളെ കൊണ്ടുപോകുന്ന ನಮಸ್ಕಾರ. ಅದೇ, ನನ್ನ ಹೆಸರು ಅರುಣ್ ಅಂತ, ಕರ್ನಾಟಕ, ಕನ್ನಡದವನು. അടി. ഞങ്ങൾ അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് പാതിയായില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞില്ല, നമ്മൾ വെളുപ്പം രാവിലെ ഇറങ്ങിയതാണ്. ചായ കുടിച്ചോളാൻ വയ്യ. അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രോ ഒരു ഹോട്ടൽ കാണിച്ചിട്ട് നമുക്കിവിടെ ചായ കുടിക്കാൻ തോന്നി. ഞങ്ങൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചായ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് എന്നാ പേര്? ಅವಲಕ್ಕಿ. ഒരു ചെറിയ ടച്ചുണ്ടല്ലോ. അത് തന്നെ, നല്ല ഉണക്ക. അതെയോ, മേടിക്കണോ? അല്ല, എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ അവല് ഇങ്ങനെയില്ല. ആ, സൂപ്പർ, അടിപൊളി കോഫി കേട്ടോ. കോപ്പറേറ്റ് ഞാൻ എടുത്തത്. നമ്മുടെ നാട്ടിൽ സവളോടെയാണ്. സവളോടെ ഉണ്ടോ? നമ്മളല്ല, വേറെ ടൈപ്പ് രണ്ടാമത്തെ കോഫി ഞങ്ങൾ ഓർഡർ ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ഈ രണ്ട് കോഫി ഇതാ കുടിച്ചു കേട്ടോ. ആ അണ്ണ നമുക്ക് വീണ്ടും കോഫി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മൂന്നാമത്തെ കോഫിയാണ്. ಅವ್ರ ಹೆಸರು ರಾಜೇಶ್ ಅಂತ. ನೋಡಿ, ಇದೊಂದು ಡಿಫ್ರೆಂಟ್ ಟೈಪ್ ಕಾಫಿ ಕೊಟ್ಟಿದ್ದಾರೆ. വീഡിയോ എടുക്കുന്നത് ഞാൻ. ಇವರು ಕೇರಳ ಫೈಟರ್ಸ್. ಅವರಿಗೆ വീഡിയോ എടുക്കുന്നത് ഞാൻ. ಇವರಿಗೆ സ്പെഷ്യൽ കോഫി പുള്ളിക്ക്. ಕನ್ನಡ, ಇವರಿಗೆ ಮಲಯಾಳಮು, ಹಾಗಾಗಿ ಕನ್ನಡ ಬರಲ್ಲ. ನಾನು ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಿದ್ದೀನಿ. ಇದು ಮಂಗಳೂರು ಮತ್ತು ಕುಕ್ಕೆ ಸುಬ್ರಹ್ಮಣ್ಯ ಮಧ್ಯೆ ಇರೋ ಹೋಟ್ಲು ಸಮುದ್ರ ವೆಜ್ ಅಂತ. ಇವ್ರು ನೋಡಿ, ಕಾಫಿನ ಆಲ್ರೆಡಿ ಒಂದು ಕುಡ್ದು ಮತ್ತೆ 2 ಮಾಡ್ತಿದ್ದಾರೆ. ನೆಕ್ಸ್ಟ್ ಅವ್ರು ಮಾತಾಡ್ತಾರೆ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് പേര് സമുദ്ര വെജ് എന്ന് പറഞ്ഞൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ കോഫിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇവരുടെ കിച്ചണാണ് എനിക്ക് കാണുന്നത്. കിച്ചണിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ റെഡി വന്നു. പകുതി ഇതിൻ്റെ പേര് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശരിക്കും മുളക് ബജിയുടെ പരിപാടി. പപ്പട പറയുന്നു. ഇത് കാരവട. ഇത് നമ്മുടെ നാട്ടിൽ ബോണ്ട പോലത്തെ റേറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പരിപാടി പോലത്തെ റേറ്റ് ഉണ്ട്. ഇതാണ് മറ്റേ പുള്ളി മേടിച്ചത്. ഇത് ശരിക്കും അവിലും ശർക്കരയും പിന്നെ ചെറിയൊരു സ്പൈസി മിക്സോടെ കൂടിയിട്ട് സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അവല് പോലെ മിക്സ് ചെയ്ത് ഇവർ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഇത് പപ്പടവട അല്ലേ? പപ്പടവട, മധുരവട. ഇത് നമ്മുടെ നാട്ടിൽ ബജി ഉണ്ട്. ഇത് മറ്റേ ഈ സാധനം നമുക്കറിയില്ലേ, കായ വറുത്ത്. നമ്മുടെ ഇത് കായ വറുത്ത് മറ്റേ ഇതും കൂടെ മിക്സ് ആണ്. ഇത് മറ്റേ മസാല ബോണ്ട സാധനം. കാബജി. ആ കാബജി. ഇത് സമൂസ, അതൊക്കെ അറിയാവുന്ന ഐറ്റംസ് അല്ലേ. പപ്പടം കൊണ്ടു സഞ്ചര. കോഫി സൂപ്പറായിരുന്നു കേട്ടോ. കേരള. ಅಂಕಲ್, ನಿಮ್ಮ ಹೆಸರೇನು ಅಂಕಲ್? ಕರುಣಾಕರ್ ಶೆಟ್ಟಿ. ಎಲ್ಲಿ ಬರುತ್ತೆ ಹೋಟ್ಲು? ಇದು ಕಲ್ಲಡ್ಕದಲ್ಲಿ. ಕಲ್ಲಡ್ಕ, ಮಂಗಳೂರು ಮತ್ತು ಸುಬ್ರಹ್ಮಣ್ಯ ಸೆಂಟ್ರಲ್ಲಿ. ಹೋಟ್ಲು ಓನರು. ಕಾಫಿ ಮಾತ್ರ ಮಸ್ತಾಗಿದೆ. ದಯವಿಟ್ಟು ಯಾರು ಬರೋಂಗಿದ್ರೆ ಬನ್ನಿ. ಅವರು ಮಲಯಾಳಿ ಅವರು. ಅವ್ರು ಕನ್ನಡದಲ್ಲಿ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡೋಕ್ಕೆ ಬರಲ್ಲ ಅಂತ ನಾನು ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಿದ್ದೀನಿ. ಮಿಕ್ಕಿದ ಅವ್ರು ಮಾತಾಡ್ತಾರೆ. നമ്മൾ ഇത് ശരിക്കും
ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ആദ്യം ഇതിനെക്കുറിച്ച് തന്നെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. പുള്ളി കന്നഡ പറഞ്ഞുകൊണ്ട് ചിലപ്പം പല ആൾക്കാർക്കും മനസ്സിലാവില്ല. ഓക്കെ എടുക്കുകയായിരുന്നു. എൻജോയ്ഡ് എ ലോട്ട് ആൻഡ് കോഫി വാസ് ബെസ്റ്റ്. ഇത് ഈ പുള്ളിക്കാരനോട് നമുക്ക് പുള്ളിയാണ് നമ്മളെ കൊണ്ട് വീഡിയോ ഒക്കെ അടുപ്പിച്ചത്. ഓക്കെ, ഇനി ബില്ലും കൂടെ വേണ്ടെന്ന് പറഞ്ഞാലും അല്ലേ. നമ്മുടെ ഡിവിൻ ചേട്ടൻ ബില്ലൊക്കെ പേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് 1-2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതെ, എനിക്ക് ഓൾറെഡി എനിക്ക് ബില്ലും കിട്ടി. അതെ, എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, നമ്മുടെ ഡിവിൻ ചേട്ടന് ബില്ലും കിട്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോർഡ് വന്നിട്ട് കാണിച്ചു തരാം. അതെ, അല്ല ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു കൊടുത്തിട്ട്. ഓക്കെ, അതെ, നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. കാര്യം ലൊക്കേഷനിലോട്ടല്ല, റൂമിലോട്ട്. നല്ല വിശപ്പുണ്ട്. ഇപ്പം തൽക്കാലം ഒരു ശാന്തിയായി, ഇല്ലെങ്കിൽ വണ്ടി ഇരുന്ന് വാള വെച്ചാണ്. അമ്മേ കർണാടക എൻ്റെ പൊന്നു മക്കളെ, ഏതോ ഒരു കാട് വഴി കൂടെ ചുറ്റി എൻ്റെ ഊപ്പാടും പതുക്കാട് വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലയും കറങ്ങുന്നു, ഛർദ്ദിക്കാനും പൊട്ടുന്നു. ഫുഡ് കഴിച്ചില്ല. നമ്മളവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 9 മണിയാവാൻ പോണു. വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയയുടെ അകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളു ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. എനിക്ക് വയ്യ, നല്ല തലയിറക്കമായി, നല്ല വിശപ്പ്, ഉറക്കക്ഷീണം എല്ലാം കൂടെ. പോയി കഴിക്കട്ടെ. അതിൽ നിന്ന് നമ്മൾ ആദ്യം ജിഞ്ചർ സോഡ. എൻ്റെ ഐരാവതത്തിൻ്റെ പിരി തെളിഞ്ഞു. അതുകൊണ്ട് അവന് ജിഞ്ചർ സോഡ കൊടുത്തിട്ട് അവനെ ചൂടാക്കും കേട്ടോ. ഐരാവതിൻ്റെ കാറ്റ് അവിടെ നിനക്കെന്നെ വേണ്ടേ? He is very tired because of road. We came through forest road. കിളി പോയി മക്കളെ, കിളി പോയി. അവിടെ മീൽസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി ഉണ്ട്, കുഷ്ക റൈസ് ഉണ്ട്, ഗീ റൈസ് ഉണ്ട്, ജീരോ സോഡോ. അപ്പോൾ സുഹൃത്തുക്കളെ, നെയിം തന്തൂരി, Chicken tandoori. ചിക്കൻ തന്തൂരി നല്ല ഗാർണിഷൊക്കെ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കരിമീൻ പൊരിച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്, അടിപൊളി. മൈനൈസ്, കോലി സോഡ, നല്ല എന്താണ്, നല്ല കോമ്പിനേഷനാണ് അല്ലേ. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞതാ, കാണാൻ പറ്റുമോ, ഗ്യാസ് കയറി വയറിൽ ഫുള്ള് ഗ്യാസ് കയറി. ഒന്ന് വൊമിറ്റ് ചെയ്താൽ ശരിയാവുമായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. ഇപ്പം ഒരു ഗോലി സോഡ കുടിച്ച് അതിൻ്റെ ഗ്യാസും കൂടെ തങ്ങി നിൽക്കുന്നു, ഒന്നും വെളിയിലോട്ട് പോകണില്ല. ചിലപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. തലയിറങ്ങുന്നു, ഇപ്പോഴും നല്ല തലയിറക്കമുണ്ട്. അപ്പോൾ ബാക്കി സാധനങ്ങൾ വരട്ടെ. ഒരുവിധം എല്ലാം തിന്ന് തീർത്തു, എല്ലാം തിന്ന് തീർത്തു. എല്ലാം ഞാൻ തന്നെ. അതെ അതെ, ഫിനിഷ്. ഞാൻ ഒരു പൊറോട്ട കഴിച്ചോളൂ, ഒരു പീസ് ചിക്കൻ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊന്നും ഇട്ടേക്കില്ല കേട്ടോ. രാവിലെ ഞാൻ സിനിമ ടൗണപ്പിലേക്ക് ആയി. ഈ പുള്ളി എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഒരു സമയത്ത് പുള്ളി വൈറലായിരുന്നു, ഇവിടുത്തെ ഹീറോയാണ്, സ്റ്റാർ. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ടേ ഈ ഫോട്ടോ നോക്കുമായിരുന്നു. അപ്പം നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്ന പുള്ളി പറഞ്ഞു തന്നു ഇത് ഇന്ന ആളാണ്. അപ്പം കറക്റ്റ് പിടികിട്ടിയ ആളിനെ. ഇവിടെ വലിയൊരു മുരുക ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ ഈ ഏരിയ ഫുള്ള് ക്ഷേത്രം. അത് മുരുകനും സുബ്രഹ്മണ്യനും ഒന്നാ. മുരുകൻ, സുബ്രഹ്മണ്യൻ, ആറുമുഖൻ. കുക്യ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. ഇവിടെ ഫേമസ് ആണ് കേട്ടോ, വലിയ ക്ഷേത്രമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ അല്ലേ അവിടെ നിന്നേ പറയുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കാട്ടിൽ കൂടിയൊക്കെ ചുറ്റി 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 നമ്മുടെ ഹോട്ടൽ റൂം കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ. വെരി ബ്യൂട്ടിഫുൾ വൺ. വാവ്. Yeah, I like that. Beautiful. So, നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. മാറുമെന്നറിയില്ല. ഓക്കെ ബ്രോ, താങ്ക് യു. ബൈ 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 ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, നമ്മൾ ഇനി എല്ലാം സെറ്റ് ചെയ്ത് കയറി കിടന്ന് ഉറങ്ങണം. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. എവിടെ പോയി? ആ അലച്ചോണ്ട് പോവുകയാണ്. റൂമിന് ചാവിയൊന്നും വേണ്ടല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ വീണ്ടും അടുത്തൊരു റൂം ടൂറിലേക്ക് സ്വാഗതം. വയ്യ എന്നാലും പെട്ടെന്ന്. ഇത് തന്നെ നമ്മുടെ റൂം തന്നെ അല്ല ഇത്? സോറി, ഇത് റൂം ടൂർ അല്ല. റൂം ടൂർ അല്ല, റൂം ടൂർ. അവക്കുള്ളത് നമുക്കൊക്കെ തരണം. ഇത് മൊത്തം എനിക്ക് തന്നെ. സാഹചര്യ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ തന്നെ കാക്കി വെച്ചേരുന്നു. കലറകള് ഏതാ റൂം? തന്നെ ഓപ്പൺ ആവും. സ്വിച്ച് ഇട്ട് ഓപ്പൺ ആവും. ഓണാക്കി. ആ അങ്ങനെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു റൂം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായ 4 പേർക്ക് കിടക്കാൻ പറ്റിയ അത്രയും വലിയൊരു ബെഡ്, 2 കസേര, കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടി TV ഉണ്ട്. നമുക്ക് ചായ കാപ്പി എന്താണെങ്കിലും ഇടാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. 2 ഗ്ലാസ് ഉണ്ട്. വലിയ ഒരു അലമാരയുണ്ട്. AC ഇടാൻ ഞാൻ അംഗീകരിച്ചില്ല. ടർക്കി ഇതുണ്ടോ? പുതപ്പില്ലേ? പുതപ്പുണ്ടല്ലേ? ഓക്കെ. ഇവിടെ ലൈറ്റ് ഇടാൻ പറ്റുമോ? വാവ്, നല്ല അടിപൊളി ഒരു ഗ്ലാസ്. ഓക്കെ, അടുത്തതായി മെയിൻ ഞങ്ങളുടെ ബാത്റൂം. വാവ്, ഞങ്ങൾ ഇത്രയും നാൾ പോയതിൽ ഏറ്റവും കിടിലം ബാത്റൂം. നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂം കേട്ടോ. അടിപൊളി. ബാത്റൂമിൽ കിടന്നുറങ്ങാം. അതിനു വേണ്ടിയുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ എന്റെ വീടിന്റെ ഇതിന്റെ അത്ര ഇല്ല ബാത്റൂം. അങ്ങനെയല്ലടാ, അങ്ങനെയല്ലേ? നമ്മള് റിച്ചാന്ന് പറയണല്ലോ. കിളി പറന്നു മോനെ. അപ്പോ ബാക്കി ഏതാണ് മൂവി, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ നാളെ പറയാം. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം.